السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 168-ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, നമുക്ക് ഭക്ഷണം തന്നവർ, നമ്മൾ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي فخذ ما آتيتك وكن من الشاكرين. وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء فخذها بقوة وأمر قومك يأخذوا بأحسنها سأريكم دار الفاسقين. سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا. ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. والذين كذبوا بآياتنا ولقاء الآخرة حبطت أعمالهم هل يجزون إلا ما كانوا يعملون. واتخذ قوم موسى من بعده من حليهم عجلا جسدا له خوار ألم يروا أنه لا يكلمهم ولا يهديهم سبيلا اتخذوه وكانوا ظالمين. ولما سقط في أيديهم ورأوا أنهم قد ضلوا قالوا لئن لم يرحمنا ربنا ويغفر لنا لنكونن من الخاسرين. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 168-ാമത്തെ പേജാണ് നമ്മൾ ഓതി വെച്ചത്. 144 മുതൽ 149-ാമത്തെ ആയത്തുകൾ, അതായത് ജുസ് 9-ാം ജുസിലെ സൂറത്തുൽ അഅറാഫിലെ 168-ാമത്തെ പേജിലെ 144 മുതൽ 149 വരെയുള്ള ആയത്തുകൾ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. വേദഗ്രന്ഥം നൽകുന്ന വേളയിൽ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമുമായി സംസാരിച്ചതും, സംസാരം കേട്ടപ്പോ കാണാൻ കൊതിയായതും, കാണാൻ വേണ്ടി എനിക്കൊന്ന് കാണിച്ചു തരൂ എന്ന് അപേക്ഷിച്ചതും, ഇവിടെ വെച്ച് താങ്കൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞതും, ഇതൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇവിടെ വെച്ച് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല എന്നതിനൊരു ഉദാഹരണവും കാണിച്ചു കൊടുത്തിരുന്നു, അല്ലെ? പർവ്വതത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ മഹാനൂറിന്റെ ചെറിയൊരു അംശം പർവ്വതത്തെ സ്പർശിച്ചപ്പോഴേക്കും അത് തകർന്ന് തരിപ്പണമായി. മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീണുപോയി. ഇങ്ങനെ പർവ്വതത്തിന്റെ പ്രകമ്പനവും മൂസാ നബി അലൈഹി സ്വലാമിന്റെ അബോധാവസ്ഥയും എല്ലാം ആയപ്പോഴേക്ക്, ബോധം തെളിഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാമിന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. ചോദിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ചോദിച്ചത് എന്ന ബോധ്യമുണ്ടായി. ഇങ്ങനെയൊക്കെ ചിന്തിച്ച സമയത്ത് വലിയ വിഷമം തോന്നിപ്പോയി.
അപ്പോഴാണ് മഹാനവറുകളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തആല ഇനി നമ്മൾ പറയുന്ന ആയത്തിലുള്ളതുപോലെ പറഞ്ഞു കൊടുക്കുന്നത്, മൂസാ നബിയെ, എന്നെ കാണാൻ കഴിയാത്തല്ല താങ്കൾ ദുഃഖിക്കേണ്ടതില്ല. എന്റെ ദൗത്യം, എന്റെ കലാം, എന്റെ സംസാരം ഇവയെല്ലാം കൊണ്ട് അനുഗ്രഹിക്കുക വഴി ഒരുപാട് ആളുകളെക്കാൾ, മറ്റുള്ളവരെക്കാൾ ഞാൻ താങ്കളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ സങ്കടപ്പെടേണ്ടതില്ല. ഞാൻ നൽകുന്ന വേദം അങ്ങ് ബലമായി സ്വീകരിച്ച് അള്ളാഹുവിന് നന്ദി പറയുക, നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ അങ്ങ് പെടുക. ഇങ്ങനെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല സമാധാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال يا موسى إني اصطفيتك على الناس برسالاتي وبكلامي فخذ ما آتيتك وكن من الشاكرين. صدق الله العلي العظيم. قال الله تعالى പറയുകയാണ്, യാ മൂസ, അല്ലയോ മൂസ, ഇന്നി ഇസ്തഫൈതുക അലന്നാസി, നിശ്ചയമായും ഞാൻ താങ്കളെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. ബിരിസാലാത്തി, എന്റെ സന്ദേശം കൊണ്ട് ഞാൻ ജനങ്ങളെക്കാളും അങ്ങേക്ക് പ്രത്യേകമായി തെരഞ്ഞെടുത്ത് പദവി നൽകിയിട്ടുണ്ടല്ലോ. വബി കലാമി, എന്റെ കലാമ് കൊണ്ടും. ഞാൻ കലീമുള്ളയാണ് മൂസാ നബി അലൈഹി സ്വലാം, അള്ളാഹു നേരിട്ട് സംസാരിച്ച ആളാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുക വഴി ആ സംസാരം കൊണ്ടും എന്റെ പ്രവാചകത്വ സന്ദേശം നൽകിക്കൊണ്ടും മറ്റുള്ളവരെക്കാൾ അങ്ങേ ഞാൻ പ്രത്യേകമായി ശ്രേഷ്ഠരാക്കി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഇപ്പൊ കഴിഞ്ഞ സംഭവത്തിലൊന്നും സങ്കടപ്പെടേണ്ടതില്ല. ഇനി അങ്ങ് ചെയ്യേണ്ടത് എന്താണ്? അതുകൊണ്ട് താങ്കൾ മുറുകെ പിടിക്കണം. മാ ആതൈതുക, ഞാൻ താങ്കൾക്ക് നൽകിയത്, ഞാൻ താങ്കൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എല്ലാം താങ്കൾ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. വകും മിനശ് ശാകിരീൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്യണം. ഈ ഒരു റിസാലത്ത് ഇതൊക്കെ മുറുകെ പിടിച്ച് അങ്ങേ ഇതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തങ്ങൾ മുന്നോട്ട് പോവുക. അങ്ങയെ നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇത് സ്വീകരിച്ച് ഇതെല്ലാം മുറുകെ പിടിച്ച് ശാക്കിരീങ്ങളിൽ, നന്ദി ചെയ്യുന്നവരിൽ പെട്ടവനാവാൻ ശ്രമിക്കണം. ഇവിടെ തെറ്റായൊരു വ്യാഖ്യാനം ചില ആളുകൾ കൊടുക്കാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. സാന്ദർഭികമായി അത് പറയുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കാണാൻ ആവശ്യപ്പെട്ടത് മഹാനവറുകൾക്ക് ആവശ്യമുണ്ടായത് കൊണ്ടല്ല എന്നും, തന്റെ കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലി നേതാക്കന്മാർ അള്ളാഹുവിനെ കാണണമെന്ന് ശഠിച്ചപ്പോ അവർക്ക് വേണ്ടി ചോദിച്ചതാണെന്നും ചിലർ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. അത് ശരിയല്ല. ഖുർആനിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ നിന്നുള്ള വ്യതിചലനമാണത്. ആ വാദത്തിന് യാതൊരു തെളിവുമില്ല എന്ന് എല്ലാ മഹാന്മാരായ പ്രധാനപ്പെട്ട മുഫസ്സിരീങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടി ചോദിക്കുകയാണ് എങ്കിൽ, അള്ളാഹുവെ നിന്നെ ഒന്ന് കാണണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു, അതുകൊണ്ട് ഇവർക്ക് നിന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നല്ല പറയാ. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, എനിക്കൊന്ന് കാണണമെന്നല്ലേ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ സംഭവമടക്കം 3 സംഭവങ്ങൾ എല്ലാം കൂടി ഒന്നാണെന്നും ഒരൊറ്റ സംഭവമാണ് എന്നും ചില ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. അതും ശരിയല്ല. ഓരോന്നും വേറെ വേറെ സംഭവങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ് 3 സംഭവങ്ങൾ? ഒന്ന്, സീനാ പർവ്വതത്തിലേക്ക് മൂസാ നബി അലൈഹി സ്വലാം പോകുമ്പോ കൂടെ കൊണ്ടുപോയ 70 പേർ അവരെന്തു പറഞ്ഞു? അള്ളാഹുവിനെ ഞങ്ങൾ നേരിട്ട് കണ്ടാലല്ലാതെ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. അതിന് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതൊരു സംഭവമാണ്. അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ച സംഭവം. അപ്പോഴാണ് ഒരു ഭയങ്കരമായ ഇടിവെട്ടുകയും ഭൂമി കുലുങ്ങി അവരെല്ലാവരും തൽക്ഷണം മരണപ്പെടുകയും ചെയ്തത്. ഇത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 55-ലും ഇതേ സൂറയിൽ 155-ലും പറഞ്ഞിട്ടുണ്ട്. ബഖറയിൽ നമ്മൾ പഠിച്ചതാണ്, ആറാഫിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാനിരിക്കുന്നു. ഈ സംഭവം വേറെ തന്നെയാണ്. രണ്ടാമത്തെ സംഭവം, ഇസ്രായേലിയർ തൗറാത്ത് സ്വീകരിക്കാൻ വിസമ്മതിച്ചപ്പോ അവർക്കുമീതെ പർവ്വതം ഉയർത്തിപ്പിടിച്ച സംഭവമാണ്. ഇത് വേറെയാണ്. ഇത് സൂറത്തുൽ ബഖറയിലെ 62-ലും ഈ സൂറയിലെ 171-ലും ഇൻഷാ അല്ലാഹ് ഇതിന് വരുന്നുണ്ട്. മൂന്നാമത്തെ സംഭവം ഇപ്പോ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ കാണാൻ ആവശ്യപ്പെട്ട ആ സംഭവം. ഇതെല്ലാം ഒന്നു തന്നെയാണ് എന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട്. അത് ശരിയല്ല. 3 സംഭവങ്ങൾ തന്നെയാണ് എന്ന് പ്രത്യേകമായി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. 145-ാമത്തെ ആയത്തിലേക്ക് കടക്കുന്നു. അള്ളാഹുവിനെ കാണാനുള്ള അപേക്ഷ സ്വീകരിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് ബോധ്യമായത് നമ്മൾ പറഞ്ഞു.
അതിനുശേഷം കഴിഞ്ഞ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചു. ആ കൂട്ടത്തിൽ ഫഖുദ് മാ ആതൈതുക, താങ്കൾക്ക് ഞാൻ നൽകിയത് മുറുകെ പിടിക്കുക എന്നും പറഞ്ഞിരുന്നു. അതിന്റെ ഒരു വിശദീകരണമാണ് ഇനിയുള്ള ആയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് അങ്ങനെ ആവശ്യമായ എല്ലാ കൽപ്പനകളും നിരോധനങ്ങളും ഉപദേശങ്ങളും ഒക്കെ ആവശ്യമായ വിശദീകരണങ്ങളോട് കൂടെ എഴുതപ്പെട്ട പലകകൾ അള്ളാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തു. ഞാൻ തന്നത് നിങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞ് എന്താണ് തന്നത്? അതാണ് ഇനിയുള്ള ആയത്തിൽ വിശദീകരിക്കുന്നത്. പലകകളാണ് കൊടുത്തത്. ആ പലകകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എല്ലാ കൽപ്പനകളുണ്ട്, നിരോധനങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, എല്ലാറ്റിനും ആവശ്യമായ വിശദീകരണങ്ങളുണ്ട്. അത് സ്വീകരിക്കാനും പ്രയോഗവൽക്കരിക്കാനും ജനങ്ങളോട് കൽപ്പിക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ശക്തമായി മുറുകെ പിടിക്കാൻ മൂസാ നബി അലൈഹി സ്വലാമിനോട് തന്നെ അള്ളാഹു തആല കൽപ്പിക്കുകയും ചെയ്തു. നമുക്ക് ആയത്ത് നോക്കാം. 45-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكتبنا له في الألواح من كل شيء موعظة وتفصيلا لكل شيء فخذها بقوة وأمر قومك يأخذوا بأحسنها سأريكم دار الفاسقين. وكتبنا له മൂസാ നബി അലൈഹി സ്വലാം നമ്മൾ എഴുതി കൊടുത്തു ഫിൽ അൽവാഹി, ചില പലകകളിൽ. ലൗഹുൻ എന്നതിന്റെ പ്ലൂറലാണ് അൽവാഹ്. പലകകളിൽ നമ്മൾ മൂസാ നബിക്ക് എഴുതി കൊടുത്തു. എന്തെഴുതി കൊടുത്തു? മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള, മൗഇളത്തൻ തത്വോപദേശങ്ങളും, വതഫ്സീലൻ ലികുല്ലി ഷൈഇൻ, എല്ലാ വിഷയങ്ങളെ കുറിച്ചുമുള്ള വിശദീകരണങ്ങളും തത്വോപദേശങ്ങളും എല്ലാറ്റിനെ കുറിച്ചും നമ്മൾ ആ പലകയിൽ, എല്ലാ നിർദ്ദേശങ്ങളെ കുറിച്ചും നമ്മൾ പലകയിൽ എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മൾ മൂസാ നബിയോട് പറയുകയാണ് ഫഖുദ്ഹാ, അതുകൊണ്ട് മൂസാ നബിയെ നിങ്ങളത് മുറുകെ പിടിക്കണം. ബിഖുവ്വത്തിൻ, മുറുകെ പിടിക്കണം. ഫഖുദ്ഹാ ബിഖുവ്വത്തിൻ, അതുകൊണ്ട് താങ്കൾ അത് മുറുകെ പിടിക്കണം, ശക്തിയോടെ സ്വീകരിക്കണം. മാത്രമല്ല വഅ്മുർ ഖൗമക, അങ്ങയുടെ സമുദായത്തോട് കൽപ്പിക്കുകയും വേണം. യഖുദൂ ബിഅഹ്സനിഹാ, അതിലെ ഏറ്റവും ഉത്കൃഷ്ടമായ വിധികൾ പ്രയോഗവൽക്കരിക്കാൻ. യഖുദൂ, അവർ സ്വീകരിക്കാൻ. എന്ത്? ബിഅഹ്സനിഹാ, ആ പലകകളിലെ ആ നിർദ്ദേശോപദേശങ്ങളിൽ ഏറ്റവും നല്ലത് സ്വീകരിച്ച് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ അവരോട് പറയുകയും വേണം. സഉരീകും ദാറൽ ഫാസിഖീൻ, ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരും. ദാറൽ ഫാസിഖീൻ, ധിക്കാരികളായ ആളുകളുടെ ആവാസ കേന്ദ്രം. കാരണം ഇതൊന്നും സ്വീകരിക്കാതെ, അങ്ങ് ഈ പറയുന്നത്, ഈ കിതാബൊക്കെ കൊണ്ടേ കൊടുത്തത് സ്വീകരിക്കാതെ ധിക്കാരികളായി നടക്കുന്ന ആളുകളുടെ ആവാസ കേന്ദ്രം പിന്നീട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് നരകമായിരിക്കും എന്നർത്ഥം. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജനങ്ങളോട് മുറുകെ പിടിക്കാൻ കൽപ്പിച്ചതിനേക്കാൾ ശക്തമായാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല ഈ ഗ്രന്ഥം മുറുകെ പിടിക്കണമെന്ന് അനുശാസിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് സൗരീക്കും ദാറൽ ഫാസിഖീൻ, അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിക്കാതിരിക്കുന്ന ധിക്കാരികൾക്ക് അതിന്റെ ഫലം വഴി അറിയാം. അവര് വെറുതെ വിട്ടേക്കുമെന്നവർ കരുതണ്ട. ഒരു താക്കീതാണ് സത്യത്തിൽ ഈ വാക്യത്തിന്റെ അവസാന ഭാഗം. ഫിർഔനെ നശിപ്പിച്ചവർ കണ്ടതാണല്ലോ, അവർ കൺമുമ്പിൽ കണ്ടതാണ് ഫിർഔനെ മുക്കിക്കൊന്നത്. അതേപോലെ തന്നെ അവന്റെ മണിമാളികകളും സൗധങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ നശിച്ചുപോയതും അവർക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. 146-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫിർഔനും കൂട്ടരും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചപ്പോ അവർ അനുഭവിച്ച കടുത്ത ശിക്ഷയും തുടർന്നുണ്ടായിരുന്ന സംഭവങ്ങളും ഒക്കെയാണല്ലോ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞു വന്നത്. ഫിർഔന്റെ കൂട്ടർക്ക് ഇത്തരമൊരു ദുരവസ്ഥ വന്നു ചേരാനുള്ള സാക്ഷാൽ കാരണം അവരുടെ അഹങ്കാരവും ധിക്കാരവും ഗർവുമാണ് എന്നാണ് ഇനി പറയുന്നത്. അഹംഭാവത്തിന്റെയും അഹങ്കാരത്തിന്റെയും പര്യവസാനം അല്ലെങ്കിൽ അനന്തരഫലം അതിഭയാനകമായിരിക്കുമെന്നും ഇടയ്ക്ക് വെച്ച് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ അവർ എന്ത് തെളിവുകൾ കണ്ടാലും എന്ത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും സത്യം സ്വീകരിക്കാൻ തയ്യാറാവില്ല. സന്മാർഗത്തിന് പകരം ദുർമാർഗമാണ് അവർ ഇഷ്ടപ്പെടുക. ഫിർഔനും കൂട്ടരൊക്കെ ചെയ്തതുപോലെ. കിബിർ, അതാണല്ലോ അഹങ്കാരം. എന്താണ് കിബിർ എന്ന് പറഞ്ഞാൽ? സത്യത്തിന് നേരെ കണ്ണടക്കുക, മറ്റുള്ളവരെ നിസ്സാരമായി കാണുക, തരം താഴ്ത്തുക. സ്വന്തത്തെ മഹത്വവൽക്കരിച്ച് മറ്റുള്ളവരെ നിസ്സാരമായി കാണുന്ന ഇത്തരം മനോഭാവമുള്ളപ്പോ ആ സ്വഭാവമുള്ള ആളുകൾ എങ്ങനെയാണ് സത്യം കണ്ടെത്തുക? പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇനി നമ്മൾ പഠിക്കുന്ന ആയത്തിലെ ഹുക്മുകൾ, വിധികൾ
ഇസ്രായേലർക്ക് മാത്രം ബാധകമല്ല, നമ്മളടക്കമുള്ള എല്ലാവർക്കും ബാധകമാണ്. അഹങ്കരിക്കരുത്. അഹങ്കാരത്തിന് അനന്തരഫലം വളരെ മോശമായിരിക്കും. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. سأصرف عن آياتي الذين يتكبرون في الأرض بغير الحق وإن يروا كل آية لا يؤمنوا بها وإن يروا سبيل الرشد لا يتخذوه سبيلا وإن يروا سبيل الغي يتخذوه سبيلا ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. صدق الله العلي العظيم. ഇതാണ് ആയത്തിന്റെ അർത്ഥം. സഅസ്രിഫു, ഞാൻ മാറ്റിക്കളയും, ഞാൻ തിരിച്ചുകളയും, അൻ ആയാത്തി, എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന്. ആരെയാണ് മാറ്റിക്കളയുന്നത്? അല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ അന്യായമായി ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്നവരെ എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ തിരിച്ചുകളയും, മാറ്റിക്കളയും. യതകബ്ബറൂന ഫിൽ അർള്, ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ. ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവുമില്ലാതെ. പിന്നെ അവരുടെ സവിശേഷത എന്താണ് അവരുടെ സ്വഭാവം? വയ്യറോ, അവർ കാണുകയാണെങ്കിൽ, കുല്ലായത്തിൻ, എല്ലാ ദൃഷ്ടാന്തങ്ങളും അവർ കാണുകയാണെങ്കിലും ലാ യുഅ്മിനു ബിഹാ, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല, അവർ അതിൽ വിശ്വസിക്കാൻ പോകുന്നില്ല. വയ്യറോ സബീലർ റുഷ്ദി, വയ്യറോ, ഇനി അവർ കാണുകയാണെങ്കിൽ സബീലർ റുഷ്ദി, സന്മാർഗത്തിന്റെ മാർഗം, സന്മാർഗം, നല്ല വഴി കാണുകയാണെങ്കിൽ, റുഷ്ദിന്റെ വഴി, റുഷ്ദ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നൊക്കെ അർത്ഥം അല്ലേ? നല്ല, തന്റെ ഇടം എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. സബീല റുഷ്ദ്, തന്റെ ഇടത്തിൽ മാർഗം എന്ന് പറഞ്ഞാൽ നല്ല മാർഗം അവർ കാണുകയാണെങ്കിൽ ലാ യത്തഖിദൂഹു സബീല, അതൊരു മാർഗമായി അവർ സ്വീകരിക്കുകയില്ല. ലാ യത്തഖിദൂഹു, അതിനവർ സ്വീകരിക്കുകയില്ല. സബീല, ഒരു മാർഗമായ ഒരു വഴിയായി അംഗീകരിക്കില്ല എന്നർത്ഥം. ഇനി വയ്യറോ സബീലൽ ഗയ്യ്, നേരെ മറിച്ച് വയ്യറോ, ഇനി അവർ കാണുകയാണെങ്കിൽ സബീലൽ ഗയ്യ്, ദുർമാർഗം കാണുകയാണെങ്കിൽ, വേണ്ടാത്ത വഴികൾ കാണുകയാണെങ്കിൽ, ഗയ്യ് എന്ന് പറഞ്ഞാൽ പിഴച്ചത് എന്നൊക്കെ അർത്ഥം. പിഴച്ച വഴി അവർ കാണുകയാണെങ്കിൽ യത്തഖിദൂഹു സബീല, അതിനൊരു മാർഗമായി അവർ സ്വീകരിക്കുകയും ചെയ്യും. അതിനൊക്കെ ഒരു പ്രശ്നമല്ല. സബീൽ റുഷ്ദ് കണ്ടാൽ തള്ളിക്കളയും, സബീലിന്റെ ഗയ്യ് കണ്ടാൽ അവർ സ്വീകരിക്കുകയും ചെയ്യും. ذلك بأنهم كذبوا بآياتنا وكانوا عنها غافلين. അങ്ങനെ വന്നത്, അവർ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും അവയെക്കുറിച്ച് അശ്രദ്ധരായി തീരുകയും ചെയ്തത് കൊണ്ടാണ്. ذلك, അങ്ങനെ സംഭവിച്ചത്, ബിഅന്നഹും കസ്സബു, അവർ നിഷേധിച്ചത് കാരണമാണ്, ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, വകാനു അൻഹാ, അവർ ആയിരുന്നു ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് ഗാഫിലീൻ, ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്തവരായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നർത്ഥം. സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദ്, ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ. വലിയൊരു വിഷയമാണ് കിബ്ർ. അഹങ്കരിച്ച് നടക്കുക, മനുഷ്യൻ അഹങ്കരിച്ച് നടക്കുക. ശരിക്കും ആലോചിച്ച് നോക്കിയാൽ അഹങ്കരിക്കാൻ മാത്രം എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ഒന്നുമില്ലല്ലോ. മനുഷ്യൻ അഹങ്കരിക്കുന്നത് നിരർത്ഥകമാണ്, ബുദ്ധിശൂന്യമാണ്, അബദ്ധമാണ് എന്ന് സ്വല്പം ചിന്തിച്ചാൽ മനസ്സിലാകും. ആർക്കും മനസ്സിലാകും. ഇങ്ങനെ അഹങ്കാരത്തിന് പ്രേരിപ്പിക്കുന്ന സമ്പത്ത്, സൗന്ദര്യം, മക്കള്, സ്ഥാനമാനങ്ങൾ, അധികാരം, ഇതൊന്നും സത്യത്തിൽ നമ്മുടേതല്ലല്ലോ. എല്ലാം അള്ളാഹു തന്നതാണ്. അത് നമ്മുടെ അനുവാദമില്ലാതെ അള്ളാഹു പല സമയത്തും പലപ്പോഴും അത് ചിലപ്പോൾ പെട്ടെന്ന് തിരിച്ചെടുക്കാനും മതി. മരണത്തോടുകൂടി എല്ലാ അഹങ്കാരവും അസ്തമിക്കുകയും ചെയ്യും. മരണത്തിന് ശേഷം ഇവിടെ എങ്ങനെ അർമാദിച്ച് അഹങ്കരിച്ച് നടന്ന ആളുകൾക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും കിട്ടാനുള്ള ഒന്ന് തന്നെയാണ്: 3 കഷ്ണം തുണിയും 6 അടി മണ്ണും. ഇന്നലെ വരെ അഹങ്കരിച്ച് നടന്നിരുന്ന ആളുകൾ ഇന്ന് മണ്ണിനടിയിലാണ്. നാളെ അവർ പുഴുക്കൾക്ക് ആഹാരമാണ്. അപ്പോ സ്വന്തമായി ഒന്നുമില്ലാത്ത മനുഷ്യൻ അഹങ്കരിക്കുന്നത് കടുത്ത അനീതിയാണ്, അക്രമമാണ്, ധിക്കാരമാണ്. മറ്റേത് തെറ്റിനേക്കാളും അത് ഗുരുതരവുമാണ്. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും അത് കാരണവുമാണ്. പരലോകത്ത് കൊടിയ ശിക്ഷ ലഭിക്കുന്ന കുറ്റവുമാണ് എന്ന് ഖുർആൻ തറപ്പിച്ചു പറയാനുള്ള കാരണം അതാണ്. സത്യത്തിൽ ഈ അഹങ്കാരം എന്ന് പറഞ്ഞത് മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ഒരു മാലിന്യമാണത്. വളരെ ദുഷിച്ച ഒരു മാലിന്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ നേരിയ ലാഞ്ചന പോലും തെറ്റാണ് എന്ന് പറയുന്നത്, പാപമാണ് എന്ന് പറയുന്നത്. വാക്കിലോ നാക്കിലോ നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങളിലോ ഭാവത്തിലോ സമീപനത്തിലോ സമ്പ്രദായത്തിലോ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ
അതിന്റെ ഒരു ലെവലേശം കലർപ്പ് പോലും, കിബറിന്റെ ലെവലേശം കലർപ്പ് പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം കണിശമായി നിഷ്കർഷിക്കുന്ന വിഷയമാണ്. ഈ പ്രപഞ്ചത്തിലെ ആദം നബി അലൈഹി സ്വലാം അള്ളാഹു തആല ആദ്യമായി പഠിച്ച ആദ്യ മനുഷ്യൻ, ആ ആദ്യ മനുഷ്യന് സുജൂദ് ചെയ്യാൻ ഇബ്ലീസിനോട് പറഞ്ഞപ്പോ ഇബ്ലീസ് കിബർ നടിച്ച്, അഹങ്കാരം നടിച്ച് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഞാൻ സുജൂദ് ചെയ്യാൻ പറഞ്ഞ് എന്തേ സുജൂദ് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോ, ഞാനാണ് അവനേക്കാളും വലിയ ആള്, മെച്ചുള്ള ആള്, നീ എന്നെ സൃഷ്ടിച്ച് തീ കൊണ്ടാണല്ലോ ആദമിനെ മണ്ണിൽ നിന്നാണ്, പിന്നെ എങ്ങനെയാണ് സുജൂദ് ചെയ്യുക? ഈ അഹങ്കാരമാണ് പിശാചിന്റെ പതനത്തിന് വഴിയൊരുക്കിയത്. അള്ളാഹു പറഞ്ഞു, ഇറങ്ങിപ്പോ ഇവിടുന്ന്, ഇവിടെ നിനക്ക് അഹങ്കരിക്കാൻ അവകാശമില്ല. അല്ലേ? പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവരുടെയൊക്കെ സമൂഹങ്ങളിൽ അഹങ്കാരികൾ വന്നിരുന്നത് കാണാം. നൂഹ് നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത അള്ളാഹുവിന്റെ ശാപങ്ങൾക്കും കോപങ്ങൾക്കും ഇരയായി നശിപ്പിക്കപ്പെട്ടത് അവരുടെ കടുത്ത അഹങ്കാരം കൊണ്ടാണ്. പ്രവാചകന്മാരെ ധിക്കരിക്കാൻ എല്ലാ കാലത്തും ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനാ ധിക്കാരത്തിന് അവർ പ്രേരിപ്പിച്ചത് ഈ അഹങ്കാരമാണ്. തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെ പ്രവാചകനായി വരിക എന്ന് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അംഗീകരിക്കാൻ അവർ അനുവദിക്കുന്നില്ല. അവരുടെ അഹങ്കാരം അതിനനുവദിക്കുന്നില്ല. ആദ് ഗോത്രത്തിന്റെ വിഷയങ്ങൾ, സമൂദ് ഗോത്രത്തിന്റെ, ഇതൊക്കെ ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങളാണ്. അഹങ്കാരമായിരുന്നു മുഖമുദ്ര. തങ്ങളുടെ പണവും പ്രതാപവും പദവിയും പ്രകടിപ്പിക്കാൻ വേണ്ടി മലമുകളിൽ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ കെട്ടിയുണ്ടാക്കിയിരുന്ന ആദ് സമൂഹം, പാറകൾ തുരന്ന് വീടുണ്ടാക്കി വീമ്പ് നടിച്ചിരുന്ന, അഹങ്കരിച്ചിരുന്ന സമൂദ്, ഇവരൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അവരെ നശിപ്പിച്ചിട്ടുമുണ്ട്. അതേപോലെ തന്നെ ഫിർഔനിന്റെ പതനം, അതിന് വഴിയൊരുങ്ങിയതും അഹങ്കാരം തന്നെയാണ്, പൊങ്ങച്ചം തന്നെയാണ്. ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചവരാണ് ഫിർഔൻ. ഞാനാണ് നിങ്ങളുടെ അന റബ്ബുക്കുൽ ആല, ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്. തന്റെ കൊട്ടാരത്തിൽ വളർന്നു വന്ന ഒരു മനുഷ്യൻ, ഒരു അടിമച്ചെറുക്കൻ പ്രവാചകനായി നിയുക്തനായത് ഫറോവക്ക് സഹിക്കാനായില്ല. മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രവാചകത്വം അംഗീകരിക്കാത്തത് അതുകൊണ്ടാണ്. മൂസാ നബി അലൈഹി സ്വലാമിനോട് പരമപുച്ഛത്തോടെ പല ചോദ്യങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ, നീ കുട്ടിയായിരുന്നപ്പോ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുവനായി ഇവിടെ വളർന്ന ആളല്ലേ, നിന്റെ ആയുഷിൽ ഒരുപാട് കാലം ഞങ്ങളെ കൂടെ കഴിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഒരാള് പ്രവാചകനായി വന്ന് അംഗീകരിക്കാൻ വയ്യ. അതുപോലെ അന്നുണ്ടായിരുന്ന നമ്രൂദ്, തനിക്ക് ലഭിച്ച അധികാരത്തിൽ പ്രമത്തനായി ജനങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും വരെ ഞാനാണെന്ന് പ്രഖ്യാപിക്കാൻ മാത്രം അഹങ്കാരിയായി. അതാണ് അവന്റെ പതനത്തിന് വഴിയൊരുങ്ങിയത്. അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ല അഹങ്കരിക്കുന്ന ആളുകളെ. 31-ാം അധ്യായം 18-ാം വചനം നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുസഖിർ സബ്തക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മനുഷ്യ, നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിക്കരുത്. വലാ തുസഖിർ സബ്തക ലിന്നാസ്, അഹങ്കാരത്തോടെ മനുഷ്യരുടെ ഭാഗത്തേക്ക് നിന്റെ കവിൾ തിരിച്ചു കളയരുത്. വലാ തംശി ഫിൽ അർളി മറഹാ, ഭൂമിയിലൂടെ പൊങ്ങച്ചം കാട്ടി നടക്കുകയും ചെയ്യരുത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, എല്ലാ പൊങ്ങച്ചക്കാരെയും ദുരഭിമാനിയെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. പല പണക്കാരും പ്രമാണിമാരും വലിയ വലിയ ആൾക്കാരും നടക്കുന്നത് കണ്ടാൽ തന്നെ തോന്നും, ഞങ്ങൾ എന്തിനും പോകുന്ന ആൾക്കാരാണ്, ഞങ്ങളെ തടയാൻ ആരുമില്ല, ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരുമില്ല. അത്തരം ആളുകളുടെ ആ ധാരണ പൊളിച്ചെടുക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. സൂറത്തുൽ ഇസ്രായിൽ 37-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തംശി ഫിൽ അർളി മറഹാ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂലാ. അല്ലാഹു തആല പറയാ മനുഷ്യനോട്, മനുഷ്യ, ഭൂമിയിൽ പൊങ്ങച്ചത്തോടെ നടക്കണ്ട. ഇന്നക ലൻ തഖ്രിഖൽ അർള, നിനക്ക് ഈ ഭൂമിയെ പിളർത്താൻ കഴിയില്ല. വലൻ തബ്ലുഗൽ ജിബാല തൂലാ, മലയോളം പൊങ്ങാനും സാധ്യമല്ല. ചില ആൾക്കാരെ നടത്തം കണ്ട അങ്ങനെ തോന്നാ, ഞാൻ മലയെക്കാളും വലിയ ആളാണ്, ഈ ഭൂമി ഞാനിപ്പോ അങ്ങനെ പിളർത്തി ആഴ്ത്തിക്കളയുമെന്നൊക്കെ. നിനക്കതിനൊന്നും കഴിയില്ല. അതുകൊണ്ട് വലാ തംശി ഫിൽ അർളി മറഹാ 37. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. 4-ാമത്തെ അധ്യായം 36-ാം വചനം. അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. 57-ാം അധ്യായം 23-ാമത്തെ ആയത്ത്. ദുരഭിമാനിയായ പൊങ്ങച്ചക്കാരനായ ഒരാളെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. മുഖ്താൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മുഖ്താലും ഫഖൂറും വ്യത്യാസമുണ്ട്.
മുഖ്പാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്വയം വലിയവനായി കരുതുക, അഹങ്കാരിയും പൊങ്ങച്ചക്കാരനുമായി നടക്കുക. അവന് മുഖ്പാൽ എന്ന് പറഞ്ഞാൽ. ഫഖൂർ എന്ന് പറഞ്ഞാൽ തൻ്റെ ആ കേമത്തരം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ, അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആള് കേമത്തരം മറ്റുള്ള ആർക്കും മുമ്പിൽ പ്രകടിപ്പിക്കും, എന്നിട്ട് ദുരഭിമാനം കൊള്ളും, പെരുമ കാണിക്കും. അവനാണ് ഫഖൂർ എന്ന് പറയുന്നത്. എല്ലാ മുഖ്താലും ഫഖൂറും രണ്ടുപേരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. സ്വന്തത്തെ മഹത്വവൽക്കരിക്കുകയും മറ്റുള്ള ആളുകളെ നിസ്സാരമായി കാണുകയും ചെയ്യുന്ന പ്രവണതയിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. അത് ഒഴിവാക്കി വിനീതരാവണമെന്ന്, വിനയത്തോടെ പെരുമാറണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാദഉ ഹത്താ ലാ യബ്ഗി അഹദുൻ അലാ അഹദിൻ വലാ യഫ്ഖറ അഹദുൻ അലാ അഹദിൻ. നിങ്ങൾ മറ്റൊരാളോട് അതിക്രമം പ്രവർത്തിക്കാതെ, ഒരാൾ മറ്റൊരാളോട് പെരുമ നടിക്കാതെ നിങ്ങൾ അന്യോന്യം വിനയം കാണിക്കണം എന്ന് എനിക്ക് അല്ലാഹു തആല വഹി നൽകിയിരിക്കുന്നു. ഇവിടുത്തെ നിർദ്ദേശമാണത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തഅല്ലമ ഫീ നഫ്സിഹി അവ ഇഖ്താല ഫീ മിശിയതിഹി ലഖിയല്ലാഹു അസ്സ വജല്ല വഹുവ അലൈഹി ഗദ്ബാൻ. ആരെങ്കിലും സ്വയം വലുതായി കാണുന്നുവോ, അല്ലെങ്കിൽ നടത്തത്തിൽ അഹങ്കാരം കാണിക്കുന്നുവോ, അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുന്ന സമയത്ത് റബ്ബ് അവനോട് കോപിക്കുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. സ്വർഗപ്രവേശം തടയുമെന്നാണ് അഹങ്കാരം. സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. അണുമണി കിബിർ മനസ്സിലുള്ള ആൾ സ്വർഗത്തിൽ കടക്കൂല. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞപ്പോ സ്വഹാബത്തുള്ളവരും മുന്നിലുണ്ട്. അവർ ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യനിപ്പോ നല്ല ഡ്രസ്സ് ഇടാൻ ആഗ്രഹം ഉണ്ടാവില്ലേ, നല്ല ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ, അതൊക്കെ കിബറായിട്ട് മാറുമോ? അതാണ് ചോദ്യം. അപ്പൊ പറഞ്ഞു, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്, അവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവനാണ്, അതിനൊന്നും കുഴപ്പമില്ല. കിബറില്ലാതെ, അഹങ്കാരമില്ലാതെ നല്ല ഡ്രസ്സ് ധരിക്കുന്നതോ ചെരുപ്പ് ധരിക്കുന്നതോ കുഴപ്പമില്ല. കിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് കിബറിന്റെ താരീഫ്, ഡെഫിനിഷൻ പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ്? അൽ കിബ്റു ബതറുൽ ഹഖി വഗംതുൻ നാസ്. ബതറുൽ ഹഖി വഗംതുൻ നാസ്. എന്താണ് ബതറുൽ ഹഖി എന്ന് പറഞ്ഞാൽ? ബത്റുൽ ഹഖ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തെ ധിക്കരിക്കുക, സത്യത്തെ ധിക്കരിക്കുക. വഗംതുൻ നാസി, ജനങ്ങളെ നിസ്സാരമാക്കുക. ഇതാണ് കിബർ. ഇതില്ലാത്തിടത്തോളം കാലം വേറെ നിങ്ങൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. മനസ്സിലാവുണ്ടോ? നല്ല ഡ്രസ്സ് ഇട്ടുന്നത് കിബറല്ല. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇത് വരരുത്, ഞാൻ ഉഷാറാണ് എന്നൊരു കിബർ, ഒരു അഹംഭാവം ഉണ്ടാവാൻ പാടില്ല. ബത്റുൽ ഹഖും വഗംതുൻ നാസും ഇല്ലാത്തിടത്തോളം കാലം പ്രശ്നമില്ല. സത്യത്തെ നിരാകരിക്കലും ധിക്കരിക്കലും ജനങ്ങളെ നിസ്സാരമാക്കും. ഇന്ന് ദുനിയാവിൽ നമുക്കൊക്കെ അറിയാം, അധികാര മത്സരങ്ങൾ, വടംവലികൾ, അതിക്രമങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് അടിസ്ഥാനപരമായി അഹങ്കാരത്തിൽ നിന്നാണ്. നരകവും സ്വർഗവും തമ്മിൽ ഒരിക്കൽ തർക്കിച്ചത്രേ. ഇഹ്തജ്ജത്തിൻ നാറു വൽ ജന്ന, രണ്ടുപേരും തർക്കിച്ചു. നരകം പറയുകയാണ്, അഹങ്കാരികളും സ്വേച്ഛാധിപതികളും എന്നിൽ പ്രവേശിക്കും. സ്വർഗം പറഞ്ഞത്രേ, ദുർബലരായ സാധുക്കളായ ആളുകൾ എന്നിലും പ്രവേശിക്കും. അല്ലാഹു തആല നരകത്തോട് പറഞ്ഞു, നീ എന്റെ ശിക്ഷയാണ്, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവർ ശിക്ഷിക്കും, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീ ഏൽപ്പിക്കും. സ്വർഗത്തോട് അല്ലാഹു തആല പറഞ്ഞു, നീ എന്റെ കാരുണ്യമാണ്, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് കരുണ കൊടുക്കും. നിങ്ങൾ രണ്ടുപേർക്കും അവ നിറയെ ആളുകളുണ്ട്, നിങ്ങൾ രണ്ടുപേരും തർക്കിക്കേണ്ടതില്ല എന്നർത്ഥം. രണ്ടുപേർക്കും ആളുകളെ തരാം. അള്ളാഹു നമ്മൾ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. സ്വർഗത്തിലെ ഉന്നത ദർജകൾ നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അല്ലാഹ്. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. 147-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും പരലോകവും നിഷേധിച്ചവർ അതേ അവസ്ഥയിൽ മരിച്ചാൽ, ഇഹലോകത്ത് വെച്ച് അവർ എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ അത്രയും നിഷ്ഫലമായി പോകുന്നതാണ് എന്നാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. 147-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന കസ്സബൂ ബിആയാതിനാ വലിഖാഇൽ ആഖിറതി ഹബിതത് അഅമാലുഹും ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ. വല്ലദീന കസ്സബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച ആളുകൾ, വലിഖാഇൽ ആഖിറ, പരലോകം കണ്ടുമുട്ടുന്നതിനെയും നിഷേധിച്ച ആളുകൾ. ലിഖാ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക,
ആഖിറം കണ്ടുമുട്ടുന്നതിനെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെയും നിഷേധിച്ച ആളുകൾ ഹബ്ബിത്തത് അഅമാലുഹും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിഷ്ഫലമായിരിക്കുന്നു. ഇവിടുന്ന് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിഷ്ഫലമാകും. ഹൽ യുജ്സൗന ഇല്ലാ മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ പ്രതിഫലമല്ലാതെ മറ്റെന്താണ് അവർക്ക് നൽകപ്പെടുക? എന്നാൽ അവർ ചെയ്തതിനുള്ള പ്രതിഫലമല്ലേ അവർക്ക് കിട്ടുക എന്നർത്ഥം. 148 ആയത്തിലേക്ക് കിടക്കാം. 142 ആയത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ഇസ്രായേലിയുടെ നേതൃത്വം സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം ഏൽപ്പിച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തൗറാത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി തൂർസിന മലയിലേക്ക് പോയത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം പോയ ശേഷം ഉണ്ടായ ഒരു സംഭവമാണ് ഇനി അള്ളാഹു തആല പറയുന്നത്. ഇവരെന്ത് ചെയ്തെന്നറിയോ? ഒരു കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി. ആളുകളുടെ കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ, സ്വർണത്തിന്റെ ആഭരണങ്ങളൊക്കെ ഉരുക്കിയിട്ട്, അതുകൊണ്ടാണ് സാമിരി എന്ന് പേരുള്ള ഒരാൾ കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയത്. സാമിരി എന്നാൽ അയാളെ മുഴുവൻ പേര് മൂസ സാമിരി എന്നാണ്. മൂസ അസാമിരി. ഒരാഘോഷ ദിവസത്തിന് വേണ്ടി വായ്പ വാങ്ങിയിരുന്ന കുറെ സ്വർണ്ണാഭരണങ്ങൾ ആളുകൾ അടുത്തുണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം പർവ്വതത്തിലേക്ക് പോയ തക്കം നോക്കി ഈ സാമിരി, മൂസ സാമിരി എന്ത് ചെയ്തു? ഈ വിദ്വാൻ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം ശേഖരിച്ച് അത് ഉരുക്കിയിട്ട് അതുകൊണ്ട് ഉള്ളുപൊള്ളയായ ഒരു പശുക്കുട്ടിയുടെ പ്രതിമയുണ്ടാക്കി, ഒരു കാളക്കുട്ടിയുടെ പ്രതിമയുണ്ടാക്കി. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ കുതിരയുടെ കാലടി തട്ടിയ സ്ഥലത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ആ മണ്ണ് ഇയാളെ കൈവശം ഉണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കുതിരയുടെ കാല് തട്ടിയ സ്ഥലത്തുള്ള കുറച്ച് മണ്ണ് ഇയാളെ കയ്യിലുണ്ടായിരുന്നു. ആ മണ്ണ് അയാൾ ഇതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചു. മൂസ സാമിരി എന്നറിയപ്പെടുന്ന ഇയാളെ ചെറുപ്പം മുതലേ ഭക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു അത്രേ. അങ്ങനെയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കുതിര പോയി നടന്നു പോകുന്ന വഴിയിലുള്ള മണ്ണ് ഇയാൾ ശേഖരിച്ചു വെച്ചിരുന്നത്. ചെറുപ്പത്തിലെ ഉമ്മ ഉപേക്ഷിച്ചു പോയതാണ് ഈ സാമിരിയെ. ദുർനടപ്പുകാരിയായിരുന്നു ഉമ്മ എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഉമ്മ ഉപേക്ഷിച്ചു പോയി ആ കുഞ്ഞിനെ പിന്നെ ഭക്ഷണം കൊടുത്ത് വളർത്തിയത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അഥവാ മൂസ സാമിരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അറബിയിൽ ഒരു കവിത പറയാറുണ്ട്, ഫമൂസല്ലദീ റബ്ബാഹു ഫിർഔന മുർസലു വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു. എന്നതിന്റെ അർത്ഥം ഫമൂസല്ലദീ റബ്ബാഹു ഫിർഔൻ, ഫിർഔൻ വളർത്തിയ മൂസ, കാരണം ഫിർഔന്റെ കൊട്ടാരത്തിൽ വളർന്നു വന്ന മൂസ അലൈഹിസ്സലാം മുർസലുൻ, അവർ പ്രവാചകരാണ്. അതേസമയം വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു, വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാം വളർത്തിക്കൊണ്ടുവന്ന മൂസ, അത് പറഞ്ഞാൽ ഈ മൂസ സാമിരി അയാൾ കാഫിറുൻ, നിഷേധിയാണ്, സത്യനിഷേധിയാണ്. വമൂസല്ലദീ റബ്ബാഹു ഫിർഔന മുർസലു വമൂസല്ലദീ റബ്ബാഹു ജിബ്രീലു കാഫിറു. ഫിർഔൻ വളർത്തിയ മൂസ മുർസലാണ്, പ്രവാചകനാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വളർത്തിയ മൂസയോ കാഫിറാണ്. ആ കാഫിറായ മൂസയാണ് മൂസ സാമിരി എന്ന് പറയുന്നതാണ്. അദ്ദേഹമാണ് ഈ സ്വർണം ഉരുക്കിയെടുത്ത് ഉള്ളുപൊള്ളയായ കാളക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയത്. ഏതായാലും ഈ സാമിരി എന്ത് ചെയ്തു? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കുതിരയുടെ കുളമ്പടി തട്ടിയ ആ മണ്ണ് എടുത്തിട്ട് ഈ രൂപത്തിന്റെ ഉള്ളിലൊക്കെ ഇട്ടു. ആ മണ്ണിന്റെ അസാധാരണത്വം കാരണം ആ കാളക്കുട്ടി ചാടാനും മുക്രയിടാനും തുടങ്ങി, ഒച്ചയുണ്ടാക്കാനും തുടങ്ങി. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഇതാ ഇത് നിങ്ങളുടെ ദൈവമാണ്, മൂസയുടെയും ദൈവമാണ് എന്ന ആളുകളുടെ ഇടയിൽ പറഞ്ഞ് പരത്തുകയും ചെയ്തു. ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവര് ആദ്യം ഇങ്ങോട്ട് കടല് കടന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് ഈജിപ്തിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ ഈജിപ്തിലെ താമസകാലത്ത് ഇങ്ങനെ വിഗ്രഹപൂജ, വിഗ്രഹാരാധന, പ്രത്യേകിച്ച് കാളക്കുട്ടിയുടെ രൂപത്തെ ആഗ്രഹിക്കുക, ഇതൊക്കെ പരിചയിച്ച ആളുകളാണവർ. ഈ കാളക്കുട്ടിയുടെ ഒരു ആരാധനക്ക് എന്തോ അവരുടെ മനസ്സിൽ പ്രത്യേക സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ്. കാരണം ഈജിപ്തുകാര് ഇതേപോലെ കാളക്കുട്ടിയുടെ പ്രതിമ ആരാധിച്ചവരായിരുന്നു. അത് കണ്ടവരാണ് ഇസ്രായേലിയർ. കടൽ കടന്ന് രക്ഷപ്പെട്ടു വരുമ്പോ ഒരു കൂട്ടർ ബിംബത്തെ ആരാധിക്കുന്നത് കണ്ട് ഞങ്ങൾക്കും ഒരു വിഗ്രഹം ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. നമ്മളെ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, കഴിഞ്ഞ പേജിൽ നമ്മൾ പഠിച്ചിരുന്നു. ഏതായാലും സാമിരി ഇങ്ങനെ കുപ്രചാരണം നടത്തിയപ്പോ ആളുകൾക്കിടയിൽ അത് പ്രചരിച്ചു. ഇതാണ് നിങ്ങളുടെയും മൂസയുടെയും റബ്ബ് അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം മറന്നുപോയതാണ് എന്ന് വരെ ആൾക്കാരുടെ പറഞ്ഞു വരുത്തി.
മൂസാ നബി അലൈഹി സ്വലാം മടങ്ങി വരാൻ കുറച്ച് താമസമെടുത്തു. ആ താമസമെടുത്തതും ഈ കുപ്രചരണം വല്ലാതെ പ്രചരിക്കാൻ ആക്കം കൂട്ടി. മൂസാ നബിക്ക് എന്താ പറ്റിയെന്നറിയില്ല എന്നൊക്കെ ആളുകൾ പരസ്പരം പറയാൻ തുടങ്ങി എന്നതിന്റെ വാദഗതികൾ കേട്ടു. മഹാനായ ഹാറൂൻ നബി അലൈഹി സ്വലാം ഉണ്ട് അവിടെ. മൂസാ നബി അലൈഹി സ്വലാം ഏൽപ്പിച്ചു പോയത് ഹാറൂൻ നബിയെയാണ്. പരമാവധി പറഞ്ഞു നോക്കി ആളുകളുടെ കേൾക്കുന്നു. മഹാനവറുകളെ കൊല്ലാൻ വരെ ഒരുങ്ങിയവർ. പറഞ്ഞത് കേട്ടില്ല എന്ന് മാത്രമല്ല, ഹാറൂൻ നബിയെ കൊല്ലാൻ വരെ ഒരുങ്ങി. അങ്ങനെ ഇരിക്കെയാണ് മൂസാ നബി അലൈഹി സ്വലാം തൗറാത്തുമായി തിരിച്ചു വരുന്നത്. വന്നപ്പോ കണ്ട കാഴ്ച എന്താ? ഈ ആളുകളൊക്കെ കൂടി കാളക്കുട്ടിയുടെ ചുറ്റും കൂടി നിൽക്കുകയാണ്, അതിനെ ആരാധിക്കുകയാണ്, വണങ്ങുകയാണ്, അതിന് മുമ്പിൽ പോയി എത്തിക്കാതിരിക്കുകയാണ്. വല്ലാത്ത ദേഷ്യം തോന്നി. സാമരിയെ ചോദ്യം ചെയ്തു, ജനങ്ങളെ ചോദ്യം ചെയ്തു. അതിനുശേഷം ആ കാളക്കുട്ടിയെ ചുട്ട് കരിച്ച് ഭസ്മമാക്കി കടലിൽ പാറ്റിക്കളഞ്ഞു. സാമരിയുമായുള്ള എല്ലാ ഇടപാടുകളും സമ്പർക്കവും വേണ്ട എന്ന് ആളുകളോട് പറയുകയും ചെയ്തു. ഇനി ആരും സാമരിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെടരുത്, അല്ലെങ്കിൽ സഹകരിക്കരുത്. ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. സൂറത്ത് ത്വാഹ 85 മുതൽ 97 വരെ ഇൻഷാ അല്ലാഹ് ഈ വിഷയം വിശദമായി വരുന്നുണ്ട്. ഇനി നമുക്ക് 148-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واتخذ قوم موسى من بعده من حليهم عجلا جسدا له خوار ألم يروا أنه لا يكلمهم ولا يهديهم سبيلا اتخذوه وكانوا ظالمين. واتخذ قوم موسى മൂസാ നബി അലൈഹി സ്വലാമിന്റെ സമുദായം ഉണ്ടാക്കി. മിൻ ബഅദിഹി, അദ്ദേഹം പോയ ശേഷം, മഹാനവറുകൾ പോയ ശേഷം, തൂർമലയിലേക്ക് തൗറാത്ത് വാങ്ങാൻ പോയ ശേഷം അദ്ദേഹത്തിന്റെ സമുദായം ഉണ്ടാക്കി. മിൻ ഹുലിയിഹിം, അവരുടെ ആഭരണങ്ങൾ കൊണ്ട്, ഇജ്ലൻ, ഒരു കാളക്കുട്ടിയെ, ജസദൻ, ഒരു പ്രതിമയെ, കാളക്കുട്ടിയുടെ പ്രതിമയെ, ലഹു ഖുവാറുൻ, ശബ്ദമുണ്ടാക്കുന്ന, മുക്രയിടുന്ന, ലഹു, ആ കാളക്കുട്ടിക്കൊണ്ട്, ഖുവാറുൻ, ശബ്ദമുണ്ട്, മുക്രയിടുന്ന ഒരു രൂപം, ഒരു ജസദ്, കാളക്കുട്ടിയുടെ ഒരു ജസദ് ഉണ്ടാക്കിയവർ. ഹുലി എന്ന് പറഞ്ഞാൽ ആഭരണം. അവരുടെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ഇജ്ലിനെ ഉണ്ടാക്കി. ജസദൻ ലഹു ഖുവാർ, ശബ്ദിക്കുന്ന, മുക്രയിടുന്ന ഒരു കാളക്കിടാവിന്റെ രൂപം ഉണ്ടാക്കി, പ്രതിമയുണ്ടാക്കി. അലം യറൗ അന്നഹു ലാ യുകല്ലിമുഹും, അല്ലാഹു തആല ചോദിക്കുകയാണ്, അലം യറൗ, അവർ കാണുന്നില്ലേ, അവരെന്താ കണ്ട് മനസ്സിലാക്കുന്നില്ലേ, അന്നഹു, ആ കാളക്കുട്ടി, ലാ യുകല്ലിമുഹും, അവരോട് സംസാരിക്കുന്നില്ല എന്ന്. എന്താ അവർക്ക് മനസ്സിലായിക്കൂടാത്? വലാ യഹ്ദീഹിം സബീല, തങ്ങൾക്കത് മാർഗദർശനം നൽകുന്നില്ല എന്നും അവരോടൊന്നും സംസാരിക്കുന്നില്ല എന്നും അവർക്ക് മനസ്സിലായിക്കൂടെ? എന്നൊക്കെ കുറെ ഒച്ചമ്പാക്കാനുണ്ട്. ശരി. ഇത്തഖദൂഹു വകാനൂ ളാലിമീൻ, എന്നിട്ടും ഇത്തഖദൂഹു, അതിനവർ ദൈവമാക്കി വെച്ചു. ഇത്തഖദൂഹു, ഇതൊന്നും ഇതൊക്കെ കണ്ടിട്ടും ഇത് സംസാരിക്കുന്നില്ല എന്ന് അവർക്കറിയാം, അവർ നേർമാർഗത്തിലേക്ക് നയിക്കുന്നില്ല എന്നറിയാം. എന്നിട്ടും ഇത്തഖദൂഹു, അതിനവർ ദൈവമാക്കി വെച്ചു. വകാനൂ ളാലിമീൻ, അവർ അതിക്രമികളായി തീരുകയും ചെയ്തു. വത്തഖദ ഖൗമു മൂസ, പശുക്കുട്ടിയെ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് സാമിരിയാണ് എങ്കിലും ഇവിടെ പറഞ്ഞത് എന്താ? മൂസാ നബിയുടെ ഖൗമ് ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. എല്ലാവരെയും നേരെ പങ്കാളികളാക്കി. എന്താ കാരണം? എല്ലാവരും അതിൽ പങ്കാളികളായിരുന്നു. എല്ലാവർക്കും താല്പര്യവും സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാവരും അവനവന്റെ പേരിൽ ആഭരണങ്ങൾ കൊടുത്തില്ലേ? മാത്രമല്ല, അതിനുണ്ടാക്കിയപ്പോൾ അതിൽ ആരാധിക്കാനും എല്ലാവരും പങ്കാളികളായിരുന്നു. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ഈ കാളക്കുട്ടി ഉണ്ടാക്കി എന്ന് പറഞ്ഞത്. ഈ പ്രതിമ നിർമ്മിച്ചത് ഹാറൂൻ നബി അലൈഹി ഇസ്ലാം ആയിരുന്നു എന്ന് ഇപ്പോൾ ഇവരുടെ പക്കലുള്ള വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 32:4. മഅദല്ലാഹ്, ഒരിക്കലും ഉണ്ടാവൂല. പൂർവ്വവേദങ്ങളിൽ കൈക്കടത്തലുകൾ നടത്തി, മനുഷ്യർ കൈക്കടത്തുകൾ നടത്തി എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവാണത്. ഹാറൂൻ നബിയാണ് ആ പ്രതിമ ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്. അവർ കൈക്കടത്തലുകൾ നടത്തിയതാണ്. തൗഹീദ് പ്രചരിപ്പിക്കാൻ വന്ന, ഏകദൈവ സിദ്ധാന്തം പ്രചരിപ്പിക്കാൻ വന്ന ഒരു നബി ഇങ്ങനെ ശിർക്ക് ചെയ്യുകയോ ആലോചിക്കാൻ പോലും വയ്യ. അത് തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. പ്രതിമ ഉണ്ടാക്കിയത് സാമിരിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അർത്ഥസംഖ്യക്കടയില്ലാത്ത വിധം വ്യക്തമാക്കിയത് നമ്മൾ കണ്ടു. അലം യറൗ അന്നഹു ലാ യുകല്ലിമുഹും വലാ യഹ്ദീഹിം സബീലാ, എങ്ങനെയൊക്കെ ആയിരുന്നാലും ഈ ഒരു പ്രതിമ ഇവരോട് സംസാരിക്കുകയോ അവർക്ക് മാർഗദർശനം നൽകുകയോ ചെയ്യുന്നുണ്ടെന്ന് അവർക്കറിയാം. ആ നിലക്ക് അതിന് ഇലാഹായിരിക്കാൻ അർഹതയില്ല എന്നവർ മനസ്സിലാക്കേണ്ടതായിരുന്നു.
സത്യത്തിൽ അത്തരം പ്രതിമകളെ, കാളക്കുട്ടികളെ ആരാധിക്കാനുള്ള ആവേശം അവരെ അന്ധരാക്കി തീർക്കുകയാണ് ചെയ്തത്. 149 ആയത്തിലേക്ക് കടക്കാം. ഏതായാലും അവസാനം അവർക്ക് തെറ്റ് ബോധ്യപ്പെട്ടു. മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചു വന്നതിന് ശേഷം തെറ്റവർക്ക് ബോധ്യപ്പെടുകയാണ്. ഇങ്ങനെ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവമാക്കി ആരാധിച്ചിട്ട് കടുത്ത തെറ്റായി പോയി. അവർ ഖേദിക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തു. അതാണ് 149 പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലമ്മാ സുഖിത ഫീ ഐദീഹിം വറഔ അന്നഹും ഖദ് ളല്ലൂ قالوا لئن لم يرحمنا ربنا ويغفر لنا لنكونن من الخاسرين. ولما سقط في أيديهم അവർ പിന്നീട് ഖേദിച്ചപ്പോൾ, അവർക്ക് ഖേദം തോന്നിയപ്പോൾ, അവർ മനസ്സിലാക്കിയപ്പോൾ, അന്നഹും ഖദ് ളല്ലൂ, തീർച്ചയായും അവർ വഴിപിഴച്ചു എന്ന് ബോധ്യപ്പെടുകയും ചെയ്തപ്പോ, ഖാലു, അവർ പറഞ്ഞു, ലൈൻ ലം യർഹംനാ റബ്ബുനാ, നമ്മുടെ രക്ഷിതാവ് നമ്മളോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ, വയഗ്ഫിർ ലനാ, നമുക്ക് പൊറുത്തു തരുന്നില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, നിശ്ചയമായും നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമല്ലോ. അവർ തൗബ ചെയ്ത് മടങ്ങുകയാണ്. വലമ്മാ സുഖിത ഫീ ഐദീഹിം, സുഖിത ഫീ യദൈഹി എന്ന അറബിയിൽ പറഞ്ഞാൽ നദിമ തഹസ്സറ, ഖേദിച്ചു എന്നാണ് അർത്ഥം. അതൊരു പ്രയോഗമാണ്. സുഖിത ഫീ യദൈഹി എന്ന് പറഞ്ഞാൽ ഖേദിച്ചു എന്നർത്ഥം. നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ നമ്മൾ പറയാറില്ലേ, ഒരു കാര്യത്തെക്കുറിച്ച് ഖേദം ഉണ്ടാകുമ്പോൾ, സംഭവിച്ചു പോയ ഒരു കാര്യത്തെക്കുറിച്ച് ഖേദിക്കുമ്പോൾ അല്ലെങ്കിൽ ലജ്ജ തോന്നുമ്പോൾ നമ്മളെന്താ പറയാ, അവൻ കൈ കടിച്ചു, അല്ലെങ്കിൽ നാക്കടിച്ചു, വിരൽ കടിച്ചു, തല താഴ്ച്ചു എന്നൊക്കെ പറയാറില്ലേ. എന്നതുപോലെ അറബിയിലുള്ള പ്രയോഗമാണ് സുഖിത ഫീ യദൈഹി. കൈകളിൽ വീണു എന്നാണ് ശരിക്കും അർത്ഥം. കൈകളിൽ വീണു, ഖേദിച്ചു. അതേപോലെ തന്നെ അദ്ദുൽ അനാമിൽ, അവർ വിരൽ കടിച്ചു എന്ന് പറയും. അദ്ദുൽ അനാമിൽ, ഖേദിച്ചു എന്നർത്ഥം. അതുപോലെ നുക്കിസു അലാ റൂസിഹിം, തല കുത്തനയായി ഖേദിച്ചു എന്നർത്ഥം. അങ്ങനെ അറബിയിൽ ചില പ്രയോഗങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്തിന്റെ തുടക്കത്തിലും അത് തന്നെയാണ്. വലമ്മാ സുഖിത ഫീ ഐദീഹിം വറഔ അന്നഹും ഖദ് ളല്ലൂ, അവർക്ക് ബോധ്യമായി, ഖേദിച്ചവർ ഞങ്ങൾ വഴിവഴിച്ചു പോയി എന്ന് മനസ്സിലായപ്പോ അവർ ഖേദിച്ചു. എന്നിട്ട് അവർ അള്ളാഹുവിനോട് പറയണം, റബ്ബേ കരുണ ചെയ്യണം, പുറത്തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ മഹാനഷ്ടക്കാരിൽ പെട്ടു പോകും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളത്. ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹുവിനെ ഞങ്ങളെ സ്വീകരിക്കണം റബ്ബേ, പഠിച്ചതും കേട്ടതും സ്വീകരിക്കണം തമ്പുരാനെ. അഹങ്കാരം ലവലേശം കടന്നുകൂടാതെ ഞങ്ങളെ സംരക്ഷിക്കണം തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ആളുകൾ എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകണേ, ആരോഗ്യത്തെ ശിഫ നൽകണേ. അള്ളാഹു ഞങ്ങളെല്ലാവരുടെയും ആക്കമത്തെ നന്നാക്കണം തമ്പുരാനെ. ഞങ്ങൾ ദുആ ചെയ്യണം കടപ്പെട്ട എല്ലാവർക്കും ഖൈറും സലാമത്തും നൽകണം തമ്പുരാനെ. ഈ ക്ലാസ് കേൾക്കുന്നവർ, പഠിക്കുന്നവർക്ക് നീ റഫർ ചെയ്യുന്നവർ അർഹമായ പ്രതിഫലം നൽകണം. അള്ളാഹ് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയൊരു അമലായി സ്വീകരിക്കണം തമ്പുരാനെ. അള്ളാഹു ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته. എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.